പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാതെ, നന്മകളെക്കുറിച്ച് ഓർക്കാതെ അങ്ങനെ ദുനിയാവിലൂടെ മാത്രം മുന്നോട്ട് പോയ ആളുകളെ അവരുടെ അടുത്തേക്ക് മരണത്തിന്റെ മാലാഖ വരുന്ന സമയത്ത് അവരുടെ റൂഹ് ഇങ്ങനെ പിറകോട്ട് വലിയുമെന്നാണ്. അവര് മരിക്കാൻ സന്നദ്ധമായിരിക്കുകയില്ല. മറിച്ച് അവരുടെ ഇനിയും പൂർത്തീകരിച്ചിട്ടില്ലാത്ത ദുനിയാവിന്റെ ആഗ്രഹങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവരുടെ റൂഹിനെ മരണത്തിന്റെ മലക്കുകൾ ബലം പ്രയോഗിച്ചുകൊണ്ട് വലിച്ചെടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആ അവസ്ഥയെ കുറിച്ച് ഉപമിക്കുന്നത് എങ്ങനെയാണ്? ഒരു പഞ്ഞിക്കെട്ടിൽ കുടുങ്ങിയ മുള്ളു പോലെയായിരിക്കുമെന്നാണ്. ആ പഞ്ഞിക്കെട്ടിനെയും മുള്ളിനെയും വേർതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിഞ്ഞു മുറുകലുകൾ ആ ആത്മാവ് ആ സമയത്ത് അനുഭവിക്കും. അങ്ങനെ വേദനയോടുകൂടിയുള്ള ഒരു മരണം ആ മനുഷ്യന്റെ റൂഹിനെ ഈ മലായിക്കത്തുകൾ വലിച്ചെടുക്കുമ്പോൾ അതിനൊരു തരം ദുർഗന്ധമുണ്ടാകുമത്രേ. ആ ദുർഗന്ധമുള്ള റൂഹിനെയും ഏറ്റുവാങ്ങിയിട്ട് മരണത്തിന്റെ മാലാഖമാർ ആകാശലോകത്തേക്ക് യാത്ര പോവുകയാണ്. ആകാശലോകത്ത് കാവലുള്ള മലായിക്കത്തുകൾ അവിടെ അവരെ തടയും. എന്നിട്ട് പറയുമത്രേ, ലാ തുഫത്തഹ് ലഹും അബ്വാബുസ് സമാ, ഈ ആകാശത്തിന്റെ വാതിലുകൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അനന്തവിശാലമായ ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, ഇതിലായിരക്കണക്കിന് ജീവജാലങ്ങളെ പടച്ചുവെച്ച, അതിലേറ്റവും മനോഹരമായി മനുഷ്യനെ സൃഷ്ടിച്ച, അവൻ്റെ ഇഹപര ജീവിത വിജയത്തിനാവശ്യമായ മാർഗദർശനമായി ഇസ്ലാമിനെ നൽകിയ അള്ളാഹുവിന് സർവ സ്തുതികളും. ലോകത്തിന് ആത്മീയതയുടെയും സാമൂഹികതയുടെയും കാരുണ്യത്തിൻ്റെയും നീതിയുടെയും ധീരതയുടെയും വിനയത്തിൻ്റെയും പാഠങ്ങൾ പകർന്നു നൽകിയ പ്രിയ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും സദാ വർഷിക്കുമാറാകട്ടെ. വേദിയിലിരിക്കുന്ന GIO-വിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, സെക്രട്ടറി, നേതാക്കൾ, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഏറെ പ്രിയം നിറഞ്ഞ സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ വഴിയിൽ അഭിമാനത്തോടുകൂടി ഈ ഭൂമിയിൽ ഒരുമിച്ച് കൂടിയ മാലാഖമാർക്ക് മുകളിൽ ആകാശത്തിലെ മാലാഖമാർ തണൽ വിരിച്ചൊരു അനുഗ്രഹീതമായ ഒരു സദസ്സ്. ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ സുഹൃതങ്ങളുടെ പട്ടികയിലേക്ക് ഒരു തെളിഞ്ഞ അധ്യായം രേഖപ്പെടുത്താൻ പോകുന്ന നിമിഷങ്ങൾ. പടപ്പുകളോടുള്ള കടപ്പാടുകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന സംസാരങ്ങളിലൂടെ പടച്ചവനോട് അടുപ്പം കൂട്ടിയ കൽബുകൾ ഒരുമിച്ചിരുന്ന ഒരു ദിവസം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലെ മനോഹരമായ ഒരു അധ്യായമാണ് ഈ ദിവസത്തിൽ എഴുതി ചേർത്തിട്ടുള്ളത്. ഈ നഗരിയിലെ മുഴുവൻ വിളക്കുകളും അണയുമ്പോഴും നിങ്ങളുടെ കൽബിൽ കെടാത്ത ഒരു വെളിച്ചം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ബാക്കിയാകും. ആ വെളിച്ചം ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങളുടെ വഴി കാണിക്കും. ഫിർദൗസോളം എത്തുന്ന ആ പാതയിൽ ആ വെളിച്ചം നിങ്ങളുടെ കൈ പിടിച്ച് കൂടെ നടത്തുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. GIO-വിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ, അവരുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാർത്ഥിനികൾ, തീർച്ചയായും നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളേറെ ലഭിക്കുന്ന ഒരു വഴിയിലേക്കാണ്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിച്ച ആളുകൾ കൂടിയാണ് നമ്മൾ. ഈ ലോകത്ത് മനുഷ്യരായി പിറക്കാൻ സാധിച്ചു എന്നത് തന്നെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഈ ലോകത്തുള്ള ആയിരക്കണക്കിന് ജീവജാലങ്ങളിൽ അള്ളാഹു പ്രത്യേകമായി ആദരിച്ചിട്ടുള്ളത് മനുഷ്യരെയാണ് എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുന്നുണ്ട്. ആ മനുഷ്യരായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് നമ്മൾ അഭിമാനത്തോടുകൂടി ഓർക്കേണ്ട ഒരു കാര്യമാണ്.
മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ ഹിദായത്ത് ലഭിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഖൈറു ഉമ്മത്ത് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച ഒരു കൂട്ടർ. ആ ഖൈറു ഉമ്മത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള മറ്റൊരനുഗ്രഹമാണ്. ആ ഖൈറു ഉമ്മത്തിൻ്റെ ഭാഗമായി ഈ ഭൂമിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പടച്ച റബ്ബ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ഓർമ്മിക്കുന്ന, ഈ ലോകത്ത് നമ്മൾക്ക് നിർവഹിക്കാൻ മഹത്തായ ഒരു ദൗത്യമുണ്ട്, നമുക്ക് നേടിയെടുക്കാൻ ഉന്നതമായ ഒരു ലക്ഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഒരു കൂട്ടരോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നത് നാഥൻ നൽകിയ മറ്റൊരനുഗ്രഹമായിട്ട് കൂടി തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഏറെ അഭിമാനത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ന് തിരുവനന്തപുരത്തിൻ്റെ ഈ നഗരത്തിൽ ധീരതയോടുകൂടി നിങ്ങൾ ഉയർത്തിപ്പിടിച്ച മുഷ്ടികളുണ്ടല്ലോ, അത് അല്ലാഹുവിൻ്റെ മുമ്പിൽ വിനയത്തോടുകൂടി ഉയരുമ്പോൾ കൂടിയാണ് ഇസ്ലാമിൻ്റെ സൗന്ദര്യം വിരിഞ്ഞു നിൽക്കുന്നത്. ഫുർസാന ഫിൽ ലൈൽ റുഹ്ബാന ബിൻ നഹാർ. പകലിന്റെ വെളിച്ചത്തിൽ അനീതിക്ക് മുന്നിൽ ധീരതയോടുകൂടി മുഖമുയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അഭിമാനബോധമുള്ള മനുഷ്യർ, രാത്രിയുടെ അന്ത്യാമങ്ങളിൽ വിനയത്തോടുകൂടി അതേ ശിരസ് ലോകനാഥന് മുന്നിൽ കുനിച്ചു വെക്കുന്നവർ, അവരാണ് അഭിമാനബോധത്തോടുകൂടി ഈ ലോകത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നവർ. ആ ആത്മീയതയുടെയും സാമൂഹികതയുടെയും പാഠങ്ങൾ ചേർത്തുവെച്ച മനോഹരമായ ഒരു സംഘത്തിന്റെ കൂടെ നമ്മൾ ധീരമായിട്ട് മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും കുറച്ചു കാലങ്ങളായി, കുറച്ച് മാസങ്ങളായി നിങ്ങൾ വലിയ ചില പരിശ്രമങ്ങളിലായിരുന്നു. നിങ്ങളുടെ ഊണിലും ഉറക്കത്തിലും, നിങ്ങളുടെ ഒരുമിച്ച് കൂടലിലും പിരിഞ്ഞു പോകലിലുമൊക്കെ നിങ്ങൾക്കൊരേ ഒരു ചിന്തയായിരുന്നു, മനോഹരമായ ഒരു സന്ദേശത്തെ ചുറ്റുമുള്ള മനുഷ്യരിലേക്കും പ്രസരിപ്പിക്കുവാൻ, അതിൻ്റെ അധ്യായങ്ങളെ മനോഹരമായി ഇവിടെ രേഖപ്പെടുത്താൻ നിങ്ങൾ ഒട്ടപ്പാച്ചിലുകളിലായിരുന്നു. അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുക്കേണ്ട ആ ഒരു വഴിയില് നമ്മളോടിയ ഓട്ടങ്ങള്, നമ്മൾ പതിപ്പിച്ച അടയാളങ്ങൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇരു ലോകത്തും വിജയം നൽകേണ്ട കാര്യങ്ങളാണ്. ഈ ലോകത്ത് നമുക്ക് നേടിയെടുക്കാനുള്ളത് ഇസ്ലാമിന്റെ മനോഹരമായ സന്ദേശത്തെ പ്രായോഗികവൽക്കരിക്കുക എന്നതാണ്. ആ ഇസ്ലാമിന്റെ ആശയങ്ങളുടെ സൗന്ദര്യവും അതിൻ്റെ നന്മകളും അതിൻ്റെ സുഹൃതങ്ങളും അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ പ്രയോജനങ്ങളും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന മഹത്തായ ഒരു ലക്ഷ്യം ഈ ലോകത്ത് പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് നമ്മളുള്ളത്. തീർച്ചയായിട്ടും അതിനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുമ്പോൾ ആ പരിശ്രമങ്ങളിൽ നമ്മൾ വിജയിച്ചാലും ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ആ പരിശ്രമങ്ങൾ തന്നെ നമ്മൾക്ക് വിജയമായിട്ട് നമ്മളുടെ പേരിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. അതോടൊപ്പം നമുക്ക് നേടിയെടുക്കാൻ മറ്റൊരു ലക്ഷ്യമുണ്ട്. അതാണ് ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ലക്ഷ്യം. ഈ ചെറിയ ലോകത്തിനപ്പുറമുള്ള വിശാലമായ ഒരു ലോകം നമുക്ക് വരാനുണ്ട്. അനശ്വരമായ ഒരു ജീവിതം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഈ ഇത്തിരി പോന്ന ദുനിയാവിനപ്പുറം ഒത്തിരി പോന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ആ ലോകത്ത് നമുക്ക് വിജയിക്കാൻ കഴിയണം. ഈ ഭൂമിയിലെ അനീതികൾക്കും അക്രമങ്ങൾക്കും മുന്നിലെ തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടി നിലകൊള്ളുന്ന നമുക്ക് നാളെ പരലോകത്ത് സംതൃപ്തിയോടുകൂടി തലയുയർത്തി സന്തോഷത്തോടുകൂടി നിൽക്കാൻ കഴിയണം. ആ ലോകത്ത് അള്ളാഹുവിൻ്റെ ആദരവിൻ്റെ ആ തണലിലേക്ക്, അവിടെ ആദരിച്ചുകൊണ്ട് ഇരുത്തുന്ന കൂട്ടത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയേണ്ടതുണ്ട്. അതായിരിക്കണം നമ്മളുടെ ആത്യന്തികമായ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നമുക്ക് നിശ്ചയിച്ചു വെച്ച ആയുസിന്റെ കണക്ക് പുസ്തകത്തിലെ നമ്മളുടെ ഒടുവിലത്തെ അധ്യായം വന്നു ചേരുന്ന ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട്. ആ ഒടുവിലത്തെ അധ്യായം വന്നു ചേരുന്ന ദിവസത്തിലെ ഈ ദുനിയാവിൽ നിന്ന് ഒടുവിലായി കണ്ണെടുക്കുന്ന സമയത്ത് അള്ളാഹു നമുക്ക് നൽകിയ ആയുസിന്റെ, അള്ളാഹു നമുക്ക് നൽകിയ കഴിവുകളുടെ, അതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലെ നാളെ പരലോകത്ത് നമുക്ക് ഗുണകരമാകാൻ പോകുന്ന സുഹൃതങ്ങളാക്കി മാറ്റാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു നിർവൃതിയോടുകൂടി കണ്ണുകളടക്കാൻ കഴിയുന്ന രൂപത്തിലെ ഈ മാർഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. നമ്മളുടെ ജീവിതത്തിലുടനീളം സുഹൃതങ്ങൾ നിറഞ്ഞു കിടക്കണം. അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ, ഹുബിന്റെ ആ വൈകാരികമായ അവസ്ഥകൾ നമ്മളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം.
അങ്ങനെ നമുക്ക് മുന്നോട്ട് പോയാൽ സന്തോഷത്തോടുകൂടി ഈ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയിക്കാൻ കഴിയും. നമ്മളുടെ ജീവിതത്തിന്റെ കണക്കുകൾ എടുത്തു നോക്കേണ്ടതുണ്ട്. ഈ ലോകത്തിനപ്പുറം അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ എത്തിച്ചേർന്ന് നിൽക്കുന്ന സമയത്ത് പടച്ച റബ്ബ് നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടാകും. നിനക്ക് ഞാൻ ഇത്ര ആയുസ് നൽകിയില്ലേ? നിനക്ക് ഇന്ന കഴിവുകൾ നൽകിയില്ലേ? നിനക്ക് ഇത്തരം സാഹചര്യങ്ങൾ നൽകിയിരുന്നല്ലോ. ആ സാഹചര്യങ്ങൾ നീ എത്രമാത്രം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്? നിന്റെ കഴിവുകൾ നീ എവിടെയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്? നിന്നെ ഒരു കൂട്ടരെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ നന്മയുടെ മാർഗത്തിലേക്ക്, അള്ളാഹുവിന്റെ ദീനിനെ അഭിമാനത്തോടുകൂടി പ്രതിനിധീകരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക്, ദുനിയാവിലെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരിടങ്ങളിലേക്ക്, അള്ളാഹുവിന്റെ ആ ഒരു മനോഹരമായ വഴിയിലേക്ക്. അവിടെ നിങ്ങളെ വിളിച്ചപ്പോൾ എന്ത് തിരക്കുകളാണ് അതിൽ നിന്ന് നിങ്ങളെ തടഞ്ഞിട്ടുള്ളത്? അങ്ങനെയുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ മുമ്പിലെ വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ ചില മറുപടികൾ ഉണ്ടാവണം. അള്ളാഹുവേ, നിന്റെ വഴിയിൽ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ വഴിയിൽ അഭിമാനത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സംഘത്തിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട്. ചുറ്റിൽ നിന്നും പരിഹാസങ്ങൾ ഉണ്ടായപ്പോൾ, ചുറ്റിൽ നിന്നും ആക്ഷേപങ്ങൾ ഉണ്ടായപ്പോൾ, കളിയാക്കലുകൾ ഉണ്ടായപ്പോൾ, മാറ്റി നിർത്തലുകൾ ഉണ്ടായപ്പോൾ, അവിടെ യാതൊരു തരത്തിലുള്ള വൈമനസ്യങ്ങളുമില്ലാതെ അള്ളാഹുവിന്റെ ദീനാണ് ഏറ്റവും മഹത്തരമെന്ന അഭിമാനബോധത്തോടുകൂടി കളിയാക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നവരുടെ ഇടയിലെ അള്ളാഹുവിന്റെ ദീനിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹുവേ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് സന്തോഷത്തോടുകൂടി പറയാൻ കഴിയുന്നവരിൽ നമ്മൾ ഉണ്ടാവണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു നിമിഷം വരാനിരിക്കുന്നുണ്ട്. മരണത്തിന്റെ മാലാഖ ഈ ദുനിയാവിൽ നിന്നും നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്ന ഒരു ദിവസം. അത്തരം ഒരു ദിവസം വരുമ്പോ ദുനിയാവിലെ ചില ആളുകളെ കരയുന്ന സന്ദർഭത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഹത്താ ഇദാ ജാഅ അഹദുഹുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. അവരിൽ ചിലരുടെ അടുത്തേക്ക് മരണത്തിന്റെ മാലാഖ കടന്നു വരുന്ന സമയത്ത് അവർ കരഞ്ഞുകൊണ്ട് പറയും, റബ്ബേ, എനിക്കൊരു കുറച്ചുകൂടി സമയം തരണം. ലഅല്ലി അമലു സ്വാലിഹൻ ഫിമാ തറക്തു. എനിക്കൊരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു, എനിക്കൊരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു റബ്ബേ. പക്ഷേ ആ സന്ദർഭങ്ങളും അവസരങ്ങളൊന്നും ഞാൻ അന്നേരം ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം കൂടി അനുവദിച്ചു തരണം റബ്ബേ. ഈ ദുനിയാവിലെ എനിക്ക് കുറച്ച് സമയം കൂടി അനുഭവിച്ചു തരണം. പക്ഷേ അന്ന് അള്ളാഹു ഒരു സമയം പോലും നമുക്ക് അനുവദിച്ചു തരികയില്ല. നിനക്കൊരുപാട് സന്ദർഭങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ. ആ സന്ദർഭങ്ങളായിരുന്നു നിന്റെ അവസരങ്ങളെ. ഇപ്പോൾ നീ പറയുന്ന വാക്കുകൾ അത് കേവലം വെറും വാക്ക് മാത്രമായിരിക്കുമെന്നുള്ളതാണ്. നമ്മളെ കുറിച്ച് ആലോചിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. നമ്മളുടെ അടുത്ത് മരണത്തിന്റെ മാലാഖ കടന്നു വരുന്ന നാള് ഏതൊരവസ്ഥയിലായിരിക്കും നമ്മൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, രണ്ട് രൂപത്തിൽ മനുഷ്യർ മരണപ്പെടുമെന്നാണ്. ചില ആളുകൾ ഉണ്ടാകും, അവർ ദുനിയാവിന്റെ ആസ്വാദനങ്ങളുടെ പിന്നാലെ പോയി ദുനിയാവിന്റെ അലങ്കാരങ്ങളാണ് വലുതെന്ന് വിചാരിച്ച് അതിന്റെ പിന്നാലെ നടന്ന ആളുകളെ അള്ളാഹുവെ കുറിച്ച് ആലോചിക്കാതെ, പരലോകത്തെ കുറിച്ച് ചിന്തിക്കാതെ, നന്മകളെ കുറിച്ച് ഓർക്കാതെ അങ്ങനെ ദുനിയാവിലൂടെ മാത്രം മുന്നോട്ട് പോയ ആളുകളെ അവരുടെ അടുത്തേക്ക് മരണത്തിന്റെ മാലാഖ വരുന്ന സമയത്ത് അവരുടെ റൂഹ് ഇങ്ങനെ പിറകോട്ട് വലിയുമെന്നാണ്. അവര് മരിക്കാൻ സന്നദ്ധമായിരിക്കുകയില്ല. മറിച്ച് അവരുടെ ഇനിയും പൂർത്തീകരിച്ചിട്ടില്ലാത്ത ദുനിയാവിന്റെ ആഗ്രഹങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അവരുടെ റൂഹിനെ മരണത്തിന്റെ മലക്കുകൾ ബലം പ്രയോഗിച്ചുകൊണ്ട് വലിച്ചെടുക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ആ അവസ്ഥയെ കുറിച്ച് ഉപമിക്കുന്നത് എങ്ങനെയാണ്? ഒരു പഞ്ഞിക്കെട്ടിൽ കുടുങ്ങിയ മുള്ളു പോലെയായിരിക്കുമെന്നാണ്. ആ പഞ്ഞിക്കെട്ടിനെയും മുള്ളിനെയും വേർതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിഞ്ഞു മുറുകലുകൾ ആ ആത്മാവ് ആ സമയത്ത് അനുഭവിക്കും. അങ്ങനെ വേദനയോടുകൂടിയുള്ള ഒരു മരണം. ആ മനുഷ്യന്റെ റൂഹിനെ ഈ മലായിക്കത്തുകൾ വലിച്ചെടുക്കുമ്പോ അതിനൊരു തരം ദുർഗന്ധമുണ്ടാകുമത്രേ. ആ ദുർഗന്ധമുള്ള റൂഹിനെയും ഏറ്റുവാങ്ങിയിട്ട് മരണത്തിന്റെ മാലാഖമാർ ആകാശലോകത്തേക്ക് യാത്ര പോവുകയാണ്. ആകാശലോകത്ത് കാവലുള്ള മലായിക്കത്തുകൾ അവിടെ അവരെ തടയും. എന്നിട്ട് പറയുമത്രേ, ലാ തുഫത്തഹ് ലഹും അബ്വാബുസ് സമാ. ഈ ആകാശത്തിന്റെ വാതിലുകൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല. മുകളിൽ നിന്നൊരു ഓർഡർ വരികയാണ്, ആ ആത്മാവിനെ വലിച്ചെറിയണം. അങ്ങനെ ദൂരേക്ക് വലിച്ചെറിയപ്പെടുന്ന ആ ആത്മാവ് അതിന്റെ ബർസഖിലേക്ക് മടക്കപ്പെടുകയാണ്. ആ ബർസഖിൽ മലായിക്കത്തുകൾ വരും. എന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കും, നിന്റെ റബ്ബേതാ, നിന്റെ റബ്ബാരാണ്, നിന്റെ ദീൻ ഏതാണ്, നിന്റെ നബി ഏതാണ്? മറുപടി പറയാൻ കഴിയുകയില്ല. ആ ഖബറങ്ങ് ഇടുങ്ങിപ്പോവുകയാണ്. അതിൽ ആ ശരീരം
നുറുങ്ങിപ്പോകുന്ന വേദനയായിരിക്കും. അവിടെ ഒരു ഭീകരമായ ഒരു രൂപം വരും. ആരാണ് നീ എന്ന് പേടിയോടുകൂടി ചോദിക്കുമ്പോ നീ ചെയ്തു വെച്ച തിന്മകളാണ് ഞാൻ, ഇനി നിന്റെ കൂടെ ഞാനാണ് ഉണ്ടാവുക എന്ന് ആ ഭീകര രൂപം പറയുമത്രേ. നരകത്തിൽ നിന്നുള്ള ഒരു വാതിലെ ആ ബർസഖിലേക്ക് തുറക്കപ്പെടും. ചെന്നു ചേരാനുള്ള നരകത്തിന്റെ ഭയാനകമായ അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള ഭീകരമായ ഒരവസ്ഥ അവിടെ ബർസഖി ജീവിതം ആ ആത്മാവിന് മുമ്പിൽ ആരംഭിക്കുകയാണ്. അതേസമയം മറ്റു ചില മനുഷ്യരുണ്ടാകും, അവര് ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ തന്നെയും അവര് പരലോകത്തെ കുറിച്ച് ആലോചിച്ചവരാണ്. അവർ റബ്ബിനെ മറക്കാതെ ജീവിച്ചവരാണ്. ഈ ലോകം ഇത്തിരി പോന്നതാണെന്നും ഇത്തിരി പോന്ന ദുനിയാവിനപ്പുറം മഹത്തായ ഒരു ലോകം വരാനുണ്ട് എന്ന് ആ ബോധത്തില് മുന്നോട്ട് പോയ മനുഷ്യരാണ്. അവരുടെ അടുത്തേക്ക് മരണത്തിന്റെ മാലാകമാർ വരുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നുള്ള കഫംപുടവയിൽ ജന്നത്തിന്റെ സുഗന്ധം പുരട്ടിയ കഫംപുടവയുമായിട്ട് അവർ വരും. ഒന്നോ രണ്ടോ മലക്കുകളായിരിക്കുകയില്ല. നമ്മളിങ്ങനെ നോക്കുമ്പോ നമ്മളുടെ കണ്ണെത്തുന്ന ദൂരത്തോളം അങ്ങനെ നിരനിരയായിട്ട് മലായിക്കത്തുകൾ വന്നുകൊണ്ട് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ വന്നിരിക്കുകയാണ്. ഈ ആത്മാവ് ആ മരണത്തിന്റെ മാലാകമാരുടെ കൂടെ പോകാൻ തിടുക്കം കാണിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. വളരെ സുന്ദരമായി വളരെ എളുപ്പത്തിൽ ആ മനുഷ്യരുടെ ആത്മാവിനെ ഈ മരണത്തിന്റെ മലക്കുകൾ ഏറ്റുവാങ്ങുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിറച്ചു വെച്ച ഒരു വെള്ളപ്പാത്രം ചരിക്കുമ്പോൾ വെള്ളമൊഴുകുന്നത് പോലെ, കുഴച്ചു വെച്ച ഒരു മാവിൽ കുടുങ്ങിയ മുടിനാര് എടുക്കുന്നത് പോലെ എളുപ്പത്തിൽ സുന്ദരമായി അത്തരം ആത്മാക്കളെ ഈ മരണത്തിന്റെ മാലാകമാർ ഏറ്റുവാങ്ങും. സ്വർഗീയ സുഗന്ധങ്ങളുള്ള കഫംപുടവയിൽ ആ ആത്മാവിനെയും കൊണ്ടേറ്റുവാങ്ങിയിട്ട് മരണത്തിന്റെ മാലാകമാർ ആകാശത്തിലേക്ക് കയറിപ്പോവുകയാണ്. ഓരോ ആകാശ ലോകത്തും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ഒടുവിൽ അല്ലാഹുവിന്റെ സന്നിധിയിലെത്തും. ഞാനിതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഇല്ലിയീനിൽ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ പട്ടികയിൽ ഇവരുടെ പേര് രേഖപ്പെടുത്തുക എന്ന് അല്ലാഹുവിന്റെ കൽപ്പന വരും. അങ്ങനെ അല്ലാഹു സംതൃപ്തിപ്പെട്ട ആത്മാവിനെ അതിന്റെ ബർസഖിലേക്ക് മടക്കും. അവിടെ വരുന്ന മലായിക്കത്തുകളുടെ ചോദ്യങ്ങൾക്ക് സന്തോഷത്തോടുകൂടി മറുപടി പറയാൻ കഴിയും. അവിടെ സുന്ദരമായ ഒരു രൂപം വരികയാണ്. ആരാണ് നീ എന്ന് ചോദിക്കുമ്പോ നീ ചെയ്തു വെച്ച സുഹൃതങ്ങളാണ് ഞാൻ, നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും. സ്വർഗത്തിൽ നിന്നുള്ള ഒരു വാതില് ആ ബർസഖിലേക്ക് തുറക്കപ്പെടും. ചെന്നു ചേരാനുള്ള അനുഗ്രഹീതമായ ആ സ്വർഗീയ ലോകത്തിന്റെ സുഗന്ധങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള സുന്ദരമായ ഒരു ബർസഖി ജീവിതം അവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെ ഒരു നാൾ ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളും നശിച്ചു പോകും. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഘടനയും താളം തെറ്റും. അന്ത്യനാൾ സംഭവിച്ചു കളയും. എല്ലാ ജീവജാലങ്ങളും നശിച്ചു കളഞ്ഞതിന് ശേഷം പിന്നീട് ഒരു നാൾ ഒരു ചാറ്റൽ മഴ പെയ്യും. ആ ചാറ്റൽ മഴയിൽ പുതുനാമ്പുകൾ മുളക്കുന്നത് പോലെ മരിച്ചുപോയ ആത്മാവുകളെല്ലാം വീണ്ടും മനുഷ്യരെ അവരെ പുനരുജ്ജീവിക്കപ്പെടുകയാണ്. അവരെല്ലാവരും ഒരു മഹ്ശറയിലേക്ക് ഒരുമിച്ച് കൂട്ടുകയാണ്. ആദ്യത്തെ മനുഷ്യൻ മുതൽ ഒടുവിലത്തെ മനുഷ്യൻ വരെ ഒരുമിച്ച് കൂടുന്ന മഹത്തായ ഒരു സമ്മേളനം അവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അവിടെ ചില മനുഷ്യരുണ്ടാകും, അവർ ചെയ്തു പോയ തെറ്റുകളുടെ, അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ കഴിയാതെ അവിടെ ഇങ്ങനെ കുറ്റപ്പെടുത്തലോടുകൂടി സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് വിയർത്തലിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ടാകും. അതിനപ്പുറത്ത് അള്ളാഹുവിന്റെ അർശിന്റെ തണലിൽ പരസ്പരം സന്തോഷത്തോടുകൂടി ഒരുമിച്ച് കൂടിയ ചില ആളുകൾ ഉണ്ടാകും. ആ കൂട്ടത്തില് നമ്മൾക്കിടമുണ്ടാകണം. വിചാരണയെല്ലാം കഴിഞ്ഞിട്ട് നമ്മളുടെ ജീവിതത്തിന്റെ പുസ്തകം നമ്മളുടെ കൈകളിൽ ഏൽപ്പിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. ആ ഇടത് കൈയിൽ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ചില ഹതഭാഗ്യരുണ്ടാകും. അവരാ പുസ്തകം നോക്കിയിട്ട് അത് മറിച്ചു നോക്കുമ്പോൾ തന്നെ അവരുടെ മുഖമങ്ങ് മാറുകയാണ്. അവർ നിലവിളിക്കാൻ തുടങ്ങുകയാണ്. ആരുമറിയാതെ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ പോലും ഇതാ രേഖപ്പെട്ട് കിടക്കുന്നുണ്ടല്ലോ. മരണത്തോടുകൂടി അവസാനിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നൊക്കെ വിലപിച്ചുകൊണ്ടിരിക്കുന്ന ചില മനുഷ്യര് ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. മറ്റൊരു കൂട്ടരുണ്ടാകും, വലത് കൈയിൽ ഗ്രന്ഥം ഏറ്റുവാങ്ങുന്ന ചില ആളുകളെ. അവരാ പുസ്തകം ഏറ്റുവാങ്ങിയിട്ട് സന്തോഷത്തോടുകൂടി അത് തുറന്നു നോക്കും. അവരുടെ മുഖത്ത് സംതൃപ്തി നിറയുകയാണ്. ഞാൻ ചെയ്തു വെച്ച നന്മകളെല്ലാം ഒരുപാട് ഇരട്ടിയായിട്ടിതാ റബ്ബ് രേഖപ്പെടുത്തിയിരിക്കുന്നല്ലോ, റബ്ബ് സ്വീകരിച്ചിരിക്കുന്നല്ലോ. ആ പുസ്തകവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ ഇടയിലൂടെ അവരിങ്ങനെ ഓടി നടക്കും. കിതാബി, ഇതാ എന്റെ പുസ്തകം വായിച്ചു നോക്കൂ, പടച്ച റബ്ബ് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ അവർ തുള്ളിച്ചാടും.
ആ കൂട്ടത്തില് നമ്മൾ ഉണ്ടാവണം. അങ്ങനെ ആ വലത് കൈയിൽ ഗ്രന്ഥം ഏറ്റുവാങ്ങിയിട്ട് നമ്മളുടെ പ്രിയപ്പെട്ട റസൂലിനെ കാണാൻ ചെല്ലും. ഞാൻ എൻ്റെ സഹോദരരെ കാണാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട റസൂലിനെ കണ്ണിറയെ നമ്മൾ നോക്കി നിൽക്കും. നമുക്ക് വേണ്ടി നാഥനിലേക്ക് ഉയർത്തിയ ആ കരങ്ങളെ സ്നേഹത്തോടുകൂടി നമ്മൾ നോക്കും. തോയിഫിന്റെ തെരുവിൽ നമുക്ക് വേണ്ടിയിട്ട് രക്തം ചിന്തിയ പാദങ്ങളെ ആദരവോടുകൂടി നമ്മൾ കാണും. ആ സമയത്ത് നമുക്ക് ചുറ്റും ഒരു സുഗന്ധം അങ്ങ് പരക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുഗന്ധം, ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത മനോഹരമായ ഒരു സുഗന്ധം. അപ്പോഴതാ ജന്നത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘം ഇങ്ങനെ ആ സ്വർഗത്തിലേക്ക് പോകുന്നുണ്ടാകും. അതിന് പിന്നിലെ അമ്പിയാക്കൾ ഉണ്ടാകും, ശുഹദാക്കൾ ഉണ്ടാകും, സിദ്ദീഖീങ്ങൾ ഉണ്ടാകും, സ്വാലിഹുകളും സ്വാലിഹത്തുകളും ഉണ്ടാകും. ആ കൂട്ടത്തിലെ നമ്മളും ഉണ്ടാകണം. നമ്മൾ മാത്രമല്ല, നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ കൈ പിടിച്ചിട്ട് അള്ളാഹുവിന്റെ ആ ഫിർദൗസിലേക്ക് നടന്നു പോകുന്ന ഒരു സ്വപ്നം നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ തങ്ങി നിൽക്കണം. അത് നമ്മളെ മുന്നോട്ട് നയിക്കണം. ആ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ പ്രിയപ്പെട്ട അമ്പിയാക്കളെ കണ്ടുമുട്ടണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ വാത്സല്യവും മൂസാ നബി അലൈഹിസ്സലാമയുടെ കരുതലും ഈസാ നബി അലൈഹിസ്സലാമയുടെ സ്നേഹവും ആവോളം അനുഭവിക്കണം. അതിനോട് ചേർന്ന് നമ്മൾ അവിടെ കണ്ടുമുട്ടുകയാണ് നമ്മളുടെ പ്രിയപ്പെട്ട ഹവ്വയും ഹാജറും, അതുപോലെ തന്നെ ആസിയയും മറിയമും ഖദീജയും ആയിഷയും ഫാത്തിമയും റളിയല്ലാഹു അൻഹുന്ന, നമ്മളുടെ പ്രിയപ്പെട്ട ഉമ്മമാർ. അവരോട് നമുക്ക് ചേർന്ന് നിൽക്കണം. അതിനുമപ്പുറം ശുഹദാക്കളായിട്ടുള്ള ആളുകൾ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് കയ്യും കാലും ജീവനും നൽകിയിട്ടുള്ളവർ, സ്വന്തം രക്തത്തിനാൽ പിൻഗാമികളായ മനുഷ്യർക്കുള്ള വഴിയിൽ വെളിച്ചം വിതറിയിട്ടുള്ള ആളുകൾ, സുമയ്യ റളിയല്ലാഹു അൻഹ, ഹംസ റളിയല്ലാഹു അൻഹു, മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. ആ കൂട്ടത്തിൽ നമ്മളെ ഷഹീദ് അഹമ്മദ് യാസീനിനെ കാണും, യഹിയ സിൻവാറിനെ കാണും, ഇസ്മായിൽ ഹനിയയെ കാണും. അവിടെ ഒലീവ് മരങ്ങൾ പൂത്തു നിൽക്കുന്ന ചില്ലകളിൽ പാറിക്കളയ്ക്കുന്ന ഫലസ്തീനിലെ പ്രിയപ്പെട്ട ശുഹദാക്കളെ നമ്മൾ കണ്ടുമുട്ടും. ആ പ്രിയപ്പെട്ടവരോടൊപ്പം, നമ്മളുടെ പ്രിയപ്പെട്ടവരോടൊപ്പം അള്ളാഹുവിന്റെ അതിവിശാലമായ സ്വർഗത്തിലെ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിയണം. ആ കൂട്ടത്തിലെ ഉൾപ്പെടാൻ ഭാഗ്യം കിട്ടുന്ന ആ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിയുന്നവരുടെ കൂട്ടത്തിലെ നമുക്കും ഇടമുണ്ടാകാൻ തീർച്ചയായിട്ടും ഈ സംഘത്തോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുക. ജന്നത്തോളം എത്തുന്ന, ഫിർദൗസോളം എത്തുന്ന ഈ മനോഹരമായ സംഘത്തിൽ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും ഉണ്ടാകും എന്ന പ്രതിജ്ഞയോടുകൂടി നമുക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകാം. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥന്റെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചാനയിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലെ അല്ലാഹു നമ്മളെയും നമ്മളുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളുടെ മുന്നേ നടന്നിട്ടുള്ള മുൻഗാമികളായ ആളുകളെ, ആ മുൻഗാമികളായ ആളുകൾ വഴിതെളിയിച്ച വഴിയിലൂടെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും മുന്നോട്ട് പോയി ഈ ദുനിയാവിലും ആഖിറത്തിലും തല ഉയർത്തിപ്പിടിക്കുന്നവരുടെ കൂട്ടത്തില് അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന അതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.